പ്രോജക്റ്റ് ഓണേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഓരോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇലക്ട്രിസിറ്റി ലൈനിൽ വരുന്ന 230 വോൾട്ടിലാണ് നമ്മൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് എങ്കിലും ഇതിൻ്റെ എല്ലാം യഥാർത്ഥത്തിലുള്ള വർക്കിംഗ് വോൾട്ടേജ് ഒരുപാട് വ്യത്യസ്തമായിരിക്കും. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറോ SMPSോ ഒക്കെ ഉപയോഗിച്ച് വോൾട്ടേജ് കുറച്ച് ഉപയോഗപ്പെടുത്തുന്നതാണ് സാധാരണ രീതി. അത്തരത്തിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 4 ടൈപ്പ് റെക്ടിഫയർ സർക്യൂട്ടും അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ആപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ കമൻസും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. കോമണായി ഉപയോഗിക്കുന്ന 4 ടൈപ്പ് റെക്ടിഫയർ പവർ സപ്ലൈകളാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഹാഫ് വേവ് റെക്ടിഫയർ, സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ, ഡ്യുവൽ സപ്ലൈ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. റെക്ടിഫയർ എന്താണ്, അത് എന്തിന് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 230 വോൾട്ട് ACയെ ഏത് സർക്യൂട്ട് ബോർഡിനെയാണോ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് ആ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന അതിൻ്റെ ബേസിക് വർക്കിംഗ് വോൾട്ടേജിലേക്കും ആംബിയറിലേക്കും DC വോൾട്ടേജാക്കി മാറ്റുന്ന പ്രോസസ്സാണ് റെക്ടിഫിക്കേഷൻ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ, റെഗുലേറ്റർ എന്നിവയാണ് ഒരു റെക്ടിഫയറിൻ്റെ പ്രധാന ഘടകങ്ങൾ. 3 ടൈപ്പ് ട്രാൻസ്ഫോമറുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. വിത്തൗട്ട് സെൻറ്റർ ടാപ്പിംഗ് ട്രാൻസ്ഫോമർ, സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ, മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. ഇനി റെക്ടിഫയർ സെക്ഷൻ നോക്കാം. ഡയോഡുകളാണ് റെക്ടിഫയറായി ഉപയോഗിക്കുന്നത്. ആംബിയറിനും വോൾട്ടിനും അനുസരിച്ച് പലതരത്തിലുള്ള ഡയോഡുകൾ ലഭ്യമാണ്. ഫിൽറ്റർ സെക്ഷനിൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സാണ് ഫിൽറ്ററിങ്ങിനായി ഉപയോഗിക്കുന്നത്. മൈക്രോ ഫാരഡിലാണ് കപ്പാസിറ്റർ മെഷർ ചെയ്യുന്നത്. റെക്ടിഫയറിലെ അവസാനത്തെ സ്റ്റേജാണ് ഫിൽറ്ററിംഗ് സെക്ഷൻ. റെഗുലേറ്റർ ഐസികളാണ് സാധാരണ ഫിൽറ്ററിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഒരുപാട് സയൻറ്റിഫിക് പാരാമീറ്റേഴ്സുകൾ ഈ ഓരോ കമ്പോണൻസിനും ഉണ്ട്. ബേസിക്കായിട്ട് ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇനി ഇതിൻ്റെ അസംബ്ലിങ് ഒന്നൊന്നായി ചെയ്യാം. ആദ്യം ഹാഫ് വേവ് റെക്ടിഫയർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതുപോലെ സിംഗിൾ വൈൻഡിംഗ് ഉള്ള ട്രാൻസ്ഫോമറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒരു ട്രാൻസ്ഫോമറും ഒരേ ഒരു ഡയോഡും മാത്രമേ ഈ റെക്ടിഫയറിന് ആവശ്യമുള്ളൂ. ഈ കാണിച്ചിരിക്കുന്ന ഔട്ട്പുട്ടാണ്. 012 1 ആംബിയറിൻ്റെ ട്രാൻസ്ഫോമറാണിത്. ഇതാണ് പ്രൈമറി വൈൻഡിങ്. 230 വോൾട്ട് ഇൻപുട്ട് ഇവിടെയാണ് നൽകേണ്ടത്. ഇത് സെക്കൻഡറി വൈൻഡിങ് ആണ്. 2 വയറുകൾ മാത്രമേ ഇതിൽ സെക്കൻഡറി ഔട്ട്പുട്ടിൽ വരികയുള്ളൂ. ഇതിലാണ് 12 വോൾട്ട് AC വരുന്നത്. ഈ 12 വോൾട്ട് AC ആണ് റെക്ടിഫൈ ചെയ്ത് DC ആക്കി മാറ്റേണ്ടത്. ട്രാൻസ്ഫോമറിൻ്റെ ആംബിയർ 1 ആയതുകൊണ്ട് ഒരു 1 ആംബിയർ ഡയോഡ് ഇതിനായി ഉപയോഗിക്കാം. 1 ആംബിയർ, 3 ആംബിയർ, 6 ആംബിയർ ഡയോഡുകളാണ് സാധാരണ സ്റ്റാൻഡേർഡായി വരുന്നത്. ഇതാണ് 3 ആംബിയർ ഡയോഡ്, ഇത് 6 ആംബിയർ ഡയോഡ്. കാഥോഡ്, ആനോഡ് എന്നീ 2 ഭാഗങ്ങളാണ് ഡയോഡിനുള്ളത്. ഇവിടെ ഈ വൈറ്റ് ബാൻഡുള്ള ഭാഗം കാഥോഡും ഇത് ആനോഡുമാണ്. സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന ഡയോഡിൻ്റെ കാഥോഡ് ഇവിടെയാണ്. ഔട്ട്പുട്ട് വയറുകളിൽ ഒന്നിൽ ഡയോഡ് സോൾഡർ ചെയ്തെടുക്കാം. വീഡിയോ ഫോളോ ചെയ്യുക. അസംബ്ലിങ് കഴിഞ്ഞു. ട്രാൻസ്ഫോമർ 230 വോൾട്ട് ACയിൽ കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് DC വോൾട്ട് ചെക്ക് ചെയ്യാം. 5.76 വോൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. 12 വോൾട്ട് ഹാഫ് വേവ് റെക്ടിഫൈ ചെയ്തപ്പോൾ 5.76 വോൾട്ട് DC ആണ് ലഭിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും എഫിഷ്യൻസി കുറഞ്ഞതും ലോ ഔട്ട്പുട്ട് നൽകുന്നതുമായ ഒരു റെക്ടിഫിക്കേഷനാണ്. പ്യൂർ DC ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ മാക്സിമം എഫിഷ്യൻസി 40.6% മാത്രമേ ലഭിക്കുള്ളൂ. അതുകൊണ്ട് ഈ റെക്ടിഫയർ അധികം ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഇനി നമുക്ക് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ചെയ്യാം. ഇതൊരു 12012 3 ആംപിയർ ട്രാൻസ്ഫോമറാണ്. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട്, ഇതാണ് ഔട്ട്പുട്ട്. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 3 വയറുകളാണ് വരുന്നത്.
12 വോൾട്ട് AC ഔട്ട്, ഇതും ഒരു 12 വോൾട്ട് AC ഔട്ട്, നടുക്കുള്ളത് 0 വോൾട്ട്. ഇതുപോലെ ട്രാൻസ്ഫോമറിലാണ് സെൻറ്റർ ടാപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. 2 ഡയോഡും ഫിൽറ്ററിങ്ങിന് വേണ്ടി ഒരു കപ്പാസിറ്ററുമാണ് ഇതിൽ വരുന്നത്. കോമണായി ഉപയോഗിക്കുന്ന ഒരു റെക്ടിഫയർ ആണിത്. സിംഗിൾ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്ന മിക്ക ഓഡിയോ സിസ്റ്റങ്ങൾക്കും ഈ പവർ സപ്ലൈ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 3 ആമ്പിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് 3 ആമ്പിയറിൻ്റെ ഡയോഡ് ഉപയോഗിക്കാം. ഇതാണ് 3 ആമ്പിയറിൻ്റെ ഡയോഡ്. ഇതുപോലെ ഡയോഡുടെ ക്ലാസിഫിക്കേഷൻ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതിൽ നിന്നും 2 ഡയോഡ് എടുക്കാം. സർക്യൂട്ട് ഒന്നുകൂടി നോക്കാം. ഇതാണ് പ്രൈമറി വൈൻഡിങ്. സെക്കൻഡറിയിൽ ഈ വൈൻഡിങ്ങിന് നടുവിൽ നിന്നും ഒരു ടാപ്പിംഗ് കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണ് 1, 2, 3 വയറുകൾ ഔട്ട്പുട്ടിൽ വരുന്നത്. ഇത് രണ്ടുമാണ് ഡയോഡ്. ഡയോഡിൻ്റെ കാഥോഡ് ഈ ഭാഗത്താണ്. ഈ കാണുന്നത് ഫിൽറ്റർ കപ്പാസിറ്ററും ഇത് ഔട്ട്പുട്ട് ലോഡുമാണ്. ഇവിടെ നിന്നുമാണ് കണക്ട് ചെയ്യേണ്ട ഡിവൈസിലേക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവർ സപ്ലൈ എടുക്കേണ്ടത്. ഓക്കെ, ഇനി അസംബിളിലേക്ക് കിടക്കാം. ഈ വൈറ്റ് ബാൻഡ് കൊടുത്തിരിക്കുന്ന ഭാഗമാണ് കാഥോഡ്. സർക്യൂട്ടിൽ കാഥോഡ് രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ കാഥോഡ് രണ്ടും ഒരുമിച്ച് വരുന്നത് പോലെ ഇത് രണ്ടും സോൾഡർ ചെയ്യാം. വീഡിയോ ഫോളോ ചെയ്യുക. 12 വോൾട്ട് AC വയറുകൾ ഓരോ ഡയോഡിൻ്റെയും ആനോഡിലേക്ക് സോൾഡർ ചെയ്യുക. ഈ 2 വയറുകൾ തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. സെൻറ്റർ ടാപ്പിംഗ് വയർ ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ചെയ്യുക. അതിനായി ഒരു കപ്പാസിറ്റർ എടുക്കാം. പവർ സപ്ലൈയുടെ ആംബിയറിനനുസരിച്ചാണ് കപ്പാസിറ്റർ വാല്യൂ നിർണ്ണയിക്കുന്നത്. അത്തരത്തിലുള്ള സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് ഒന്നും ഈ കുറച്ച് സമയത്തിനുള്ളിൽ പറയാൻ സാധിക്കില്ല. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. 1 ആമ്പിയർ ട്രാൻസ്ഫോമറിന് 1000 മൈക്രോ ഫാരഡ് എന്നൊരു കണക്ക് വയ്ക്കുക. ഇത് ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഈ ട്രാൻസ്ഫോമർ 12 വോൾട്ട് 3 ആമ്പിയറിൻ്റെ ആയതുകൊണ്ട് ഒരു 3000 UF എങ്കിലും വേണ്ടി വരും. 3000ൻ്റെ കപ്പാസിറ്റർ ഇല്ല. പിന്നെ അടുത്ത് വന്നത് 3300 ആണ് സ്റ്റാൻഡേർഡ് വാല്യൂ വരുന്നത്. ഫിൽറ്റർ കപ്പാസിറ്റർ ആയതുകൊണ്ട് കപ്പാസിറ്റർ വാല്യൂവും വോൾട്ടേജും ഒരു 30% എങ്കിലും കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ 4700 UFൻ്റെ 25 വോൾട്ടാണ് ഇടുന്നത്. അത് കറക്റ്റായിരിക്കും. സെൻറ്റർ ടാപ്പിംഗ് വയർ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പോയിൻറ്റിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്യുക. പോസിറ്റീവ് ഇവിടെ കാഥോഡിലും കണക്ട് ചെയ്യുക. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നും നെഗറ്റീവും പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവ് സപ്ലൈയും ഔട്ട്പുട്ടായി എടുക്കാം. ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്യാം. 19.1 DC ആണ് വന്നിരിക്കുന്നത്. ലോഡില്ലാത്തതുകൊണ്ടാണ് 19 വരേക്കും വോൾട്ടേജ് വന്നത്. ലോഡ് കൊടുത്താൽ ഏകദേശം ഒരു 13 വോൾട്ടൊക്കെ കാണിക്കൂ. ഇതിൻ്റെ എഫിഷ്യൻസി പറയുന്നത് 81.2% ആണ്. ഇനി ഇത് ഒരു ഡോട്ട് PCBയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സർക്യൂട്ടിൽ ഉള്ളതുപോലെ തന്നെ 2 ഡയോഡും ഇതുപോലെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഹോളൊന്ന് വലുതാക്കേണ്ടി വരും. ഇത്തരം ആവശ്യങ്ങൾക്കായി ഇതുപോലുള്ള ഒരു മൈക്രോ ബിറ്റ് സെറ്റ് വാങ്ങുന്നത് നല്ലതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 2 ഡയോഡും ഇതുപോലെ വെച്ച് വൈറ്റ് ബാൻഡ് ഉള്ള ഭാഗം പരസ്പരം കണക്ട് ചെയ്യാം. വീഡിയോ ഫോളോ ചെയ്യുക. സെൻറ്റർ ടാപ്പിംഗ് വയർ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്യുക. ഓക്കെ, ഇനി ഇതേ സർക്യൂട്ടിലുള്ള റെഡിമെയ്ഡ് PCBയിലേക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. PCBയിലെല്ലാം കറക്റ്റായി തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് സെൻറ്റർ ടാപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഇനി ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്യാം. ഇതാണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട്. ഈ 4 ഡയോഡുകളാണ് റെക്ടിഫിക്കേഷൻ സ്റ്റേജിൽ വരുന്നത്. ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. ഈ രീതിയിലാണ് ഇതിൽ ഡയോഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡയോഡിൻ്റെ 2 വൈറ്റ് ബാൻഡ് കൂടിച്ചേരുന്ന ഭാഗത്താണ് ഇതിൻ്റെ പോസിറ്റീവ് ഔട്ട്പുട്ട്. നേരെ എതിർദിശയിൽ ബാൻഡ് ഇല്ലാത്ത ഭാഗം, അതായത് ആനോഡ് രണ്ടും കൂടിച്ചേരുന്ന ഈ ഭാഗത്താണ് നെഗറ്റീവ് ഔട്ട്പുട്ട്. മറ്റ് 2 ഭാഗത്തും ഒരു കാഥോഡും ഒരു ആനോഡുമാണ്. ഇതിലാണ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് AC നൽകേണ്ടത്. കൺഫ്യൂഷൻ ആവണ്ട,
വളരെ സിമ്പിളാണ്. ആദ്യം 2 ഡയോഡും ബാൻഡ് വന്ന ഭാഗം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഇനി അടുത്ത 2 ഡയോഡ് എടുത്ത് ബാൻഡ് ഇല്ലാത്ത ഭാഗം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഇവ രണ്ടും ഓരോ കാഥോഡും ഓരോ ആനോഡും വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഇനി ഇവ നന്നായി സോൾഡർ ചെയ്യാം. 1 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് ഞാനിവിടെ 1 ആമ്പിയർ ഡയോഡാണ് എടുത്തത്. ആമ്പിയർ കൂടിയ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് ഇതുപോലെയുള്ള 6 ആമ്പിയർ ഡയോഡൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഒരു ആനോഡും ഒരു കാഥോഡും വരുന്ന ഭാഗത്ത് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഇതുപോലെ കണക്ട് ചെയ്യാം. വീഡിയോ ഫോളോ ചെയ്യുക. പോസിറ്റീവ് ഔട്ട്പുട്ട് 2 കാഥോഡ് വരുന്ന ഭാഗത്തും നെഗറ്റീവ് ഇവിടെയും കണക്ട് ചെയ്യാം. ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് 12.1 വോൾട്ട് DC ആണ്. ഇതുപോലെ 4 ഡയോഡുകൾ വെച്ച് ചെയ്യുന്നതിന് പകരം ഇതുപോലുള്ള ബ്രിഡ്ജ് ഡയോഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതേ സെയിം അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ് ഇതിനകത്തും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1.5 ആമ്പിയർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് രണ്ടുമാണ് AC ഇൻപുട്ട്. ഇത് അതിനേക്കാൾ ഉയർന്ന ഒരു 10 ആമ്പിയറിൻ്റെ ബ്രിഡ്ജ് ഡയോഡാണ്. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. മറ്റ് 2 പിന്നുകൾ AC ഇൻപുട്ടിനുള്ളതാണ്. ഇതുപോലുള്ള ബ്രിഡ്ജ് ഡയോഡുകൾ ഉപയോഗിക്കാം. ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് രണ്ടും AC ഇൻപുട്ട്. ഇതും അതേ സെയിം ബ്രിഡ്ജ് ഡയോഡ് തന്നെയാണ്. 35 ആമ്പിയർ വരെ കൊടുക്കാം. ഇത് അതിലും വലിയ 35 ആമ്പിയറിൻ്റെ മെറ്റൽ ഡയോഡാണ്. 35 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമർ വരെ ഇതിൽ കണക്ട് ചെയ്യാം. ഇതിൽ 35 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ആമ്പിയറും 10 എന്നുള്ളത് 1000 വോൾട്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ്. ഓപ്പോസിറ്റ് കോർണറിൽ നെഗറ്റീവ്. ഇവ രണ്ടുമാണ് AC ഇൻപുട്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഒന്ന് ചെയ്തു നോക്കാം. വീഡിയോ ഫോളോ ചെയ്യുക. വൺ ആമ്പിയർ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് 1000 UF 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഔട്ട്പുട്ടിൽ ഇതുപോലെ കണക്ട് ചെയ്യാം. നെഗറ്റീവ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലും പോസിറ്റീവ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലും കണക്ട് ചെയ്യുക. ഡോട്ട് PCയിൽ ഒന്ന് ചെയ്തു നോക്കാം. വീഡിയോ ഫോളോ ചെയ്യുക. ഇനി ഇത് വെച്ചൊന്ന് ചെയ്തു നോക്കാം. 4 ആമ്പിയർ ട്രാൻസ്ഫോമറിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഡയോഡിൻ്റെ പോസിറ്റീവ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്കും ഡയോഡിൻ്റെ നെഗറ്റീവ് കപ്പാസിറ്റർ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുക. മാറിപ്പോകരുത്. ഇനി സോൾഡർ ചെയ്ത് കൊടുക്കുക. ഡയോഡിൻ്റെ മറ്റ് 2 പോയിൻറ്റുകളിൽ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന AC ഇൻപുട്ട് കൊടുക്കാം. ഔട്ട്പുട്ട് വയർ ഇവിടെ ഒന്ന് സോൾഡർ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡ്യുവൽ സപ്ലൈ പോലെയുള്ള ഹെവി പവർ സപ്ലൈകൾ ഇനിയും ബാക്കി നിൽക്കുന്നു. വീഡിയോ ഒരുപാട് നീണ്ടുപോയതുകൊണ്ട് ഇനിയുള്ളത് അടുത്ത പാർട്ടിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പാർട്ട് 2വുമായി വീണ്ടും തിരികെ വരാം.